ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ആരെങ്കിലും സിം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ സിം നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൂടാതെ നിങ്ങളുടെ പേരിൽ എത്ര സിമ്മും ഉണ്ട്, നിങ്ങൾ ഉപയോഗിക്കാത്ത സിമ്മും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉപയോഗിക്കാത്ത സിം ഉണ്ടെങ്കിൽ ആ സിം നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട്. ഒരു ഗവൺമെന്റ് സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അതിലേക്ക് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം വീഡിയോ കണ്ട്. വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാകുക. ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ, ഈ കാണുന്ന ഓപ്ഷന് മേലെ ടച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ വേറെ ഓപ്ഷൻസ് ഇല്ല, ലാസ്റ്റ് പറയാം. അതിന് മേലെ ടച്ച് ചെയ്തു. അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിന്ന് താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഒരു ക്യാപ്ച കാണാൻ നിൽക്കും. ഈ കളത്തിലുള്ളത് അക്ഷരം തെറ്റാതെ വലിയക്ഷരം ചെറിയക്ഷരം നോക്കി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എഴുതി കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഇവിടെ എഴുതി കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് താഴെ വാലിഡ് ക്യാപ്ച OTP. ഇനി നിങ്ങൾ ചെയ്തത് ഈ ഏറ്റവും താഴത്ത് ലോഗിൻ എന്നുള്ള ഭാഗം കാണാതിരിക്കും, ഫോൺ നമ്പറും കാണാതിരിക്കും. അപ്പോൾ വാലിഡ് ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ സക്സസ് വന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, വരുന്ന കാര്യം ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞു. എത്ര ആയിരുന്നു? പോയല്ലോ. ഓക്കെ, എന്നതിന് ശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം. അപ്പോൾ ലോഗിനായി. അപ്പോൾ എൻ്റെ പേരിൽ എത്ര സിമ്മുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് സൈഡിലേക്ക് നീക്കിയാൽ നമുക്കിത് കാണാതിരിക്കും. അപ്പോൾ എൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 സിമ്മ് എൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ അതിൽ ഫസ്റ്റത്തെ നമ്പർ ഞാൻ അപ്പോൾ ഉപയോഗിച്ച് കൊടുക്കുന്ന നമ്പറാണ്. രണ്ടാമത്തെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, 2029. മൂന്നാമത്തെ നമ്പർ ഓർമ്മയില്ല, അത് 9ാണ്. പിന്നെ ലാസ്റ്റ് നമ്പർ 87. അതിൻ്റെ ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടൊരു നമ്പർ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതായിരുന്നു. താഴത്തെ 2 എൻ്റെ ഉമ്മയുടെയും വൈഫിൻ്റെയുമാണ്. പക്ഷേ ആ 3 നമ്പർ എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിലൊരു നമ്പറിൽ ഈ 1606 നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ സുഹൃത്താണ് എടുത്തത്. ആ സുഹൃത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ പേരിൽ ആക്കിയിട്ടുണ്ട്, പക്ഷേ സൈറ്റിൽ ഇവിടെ മാറിയിട്ടില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ നോട്ട് റെക്കോർഡ് എന്നുണ്ടല്ലേ രണ്ടാമത്തെ ഭാഗം, ഈ കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം. അവിടെ എററാണ് വരുന്നത്. അതിന് മുമ്പ് നമുക്ക് അവിടെ നമ്പർ ടിക്ക് മാർക്ക് കൊടുക്കാണ്ട്. അപ്പം ഈ 1606 നമ്പറാണ്. അപ്പം എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് റെക്കോർഡ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. ഏറ്റവും താഴെ റിപ്പോർട്ട് കണ്ടില്ലേ, അതിന് മേലെ ടച്ച് ചെയ്യുക. അവർ ചോദിക്കും ആർ യു ഷുവർ, നിങ്ങൾ 100% ഉറപ്പാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്ക് വരും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്പർ കാണാനായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സാധാ മൊബൈലിലേക്കും ഒരു മെസ്സേജ് വരും. ആ മൊബൈലിൽ നിന്നും സാധാ മെസ്സേജ് പോലെ നമ്പർ കിട്ടും. ഇവിടെ 3717 എൻ്റെ നമ്പർ. പക്ഷേ ഇത് നമുക്ക് എന്തിനാണെന്നറിയോ, താഴെ കാണുന്ന ഒരു സൈറ്റ് ഉണ്ടല്ലേ ഈ കാണുന്ന, സോറി ഓക്കെ, ഇവിടെ താഴത്തെ ഒരു ചെറിയ ലിങ്ക്, ആ ലിങ്കിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു OTP, ആ ഒരു പാസ്വേഡ് നിങ്ങൾ 3717 അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ക്യാൻസൽ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ കയറുക, ആ നമ്പർ അടിച്ചു കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. എന്തായാലും ഒരു അടിപൊളി ആപ്പ് തന്നെയാണ്, വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ എൻ്റെ പേര് 5 സിമ്മുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരിൽ എത്ര സിമ്മുണ്ടോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള ഉമ്മമാരതൊക്കെ ചെക്ക് ചെയ്യുക. കാരണം അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആധാർ കാർഡ് ചിലപ്പോൾ കൊടുക്കും. ഇങ്ങനെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക.